So we are moving to the next set of exercise 3.6 and our first question is solve the pair of equations by reducing them to a pair of linear equation. നമുക്ക് pair of equations തന്നിരിക്കും, അതിനെ linear equations ആയിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു algebraic മെത്തേഡ് ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്ത് x and y അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള വേരിയബിൾസിന്റെ വാല്യൂസ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോ എന്താണ് ഇക്വേഷൻ ലീനിയർ ഇക്വേഷൻ തമ്മിലുള്ള വ്യത്യാസം എന്ന് അറിയാമല്ലോ. ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ algebraic expressions with the സിമ്പിൾ ഈക്വൽ സൈൻ. ഓക്കെ, അപ്പൊ എപ്പോഴാണ് ഒരു ഇക്വേഷൻ ലീനിയർ ഇക്വേഷൻ ആവുന്നത്? നമ്മുടെ ഇൻട്രോഡക്ടറി വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഒരു ലീനിയർ ഇക്വേഷന്റെ അകത്ത് വേരിയബിൾസും കോൺസ്റ്റന്റ്സും ഉണ്ടായിരിക്കും. ആൻഡ് ആ കോൺസ്റ്റന്റ്സ് എന്ന് വേരിയബിൾസിന്റെ കൂടെ വരുന്ന കോഎഫിഷ്യൻസ് എന്തായിരിക്കും? ഹോൾ നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോ നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? p/q ഫോമിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതെന്തല്ല, ലീനിയർ ഇക്വേഷൻ അല്ല. വി ഹാവ് ടു റെഡ്യൂസ് ഇറ്റ് ടു എ ലീനിയർ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന്റെ വേരിയബിൾ ആൻഡ് കോഎഫിഷ്യന്റ് ടേം ഒന്ന് സ്പ്ലിറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ആൻഡ് എന്നിട്ട് നമ്മൾ വേരിയബിൾസിന് വേണം സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താൻ. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ നോക്കുക, 1/2 into 1/x plus 1/3 into 1/y is equal to 2 എന്ന് എനിക്ക് ഇതിനെ എഴുതാൻ പറ്റും. അതേപോലെ ഈ ഒരു ഇക്വേഷൻ എനിക്ക് എങ്ങനെ എഴുതാം? 1/3 into 1/x അതാണല്ലോ 1/3x plus 1/2 into 1/y is equal to എത്ര എന്ന് എഴുതാം? 13/6 എന്ന് എഴുതാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കുക, ഇവിടെ ഒരു 1/6 ആൻഡ് ഇവിടെ ഒരു 1/x ആൻഡ് ഇവിടെ ഒരു 1/y, ഇവിടെ ഒരു 1/y ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന് പകരമാണ് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ലെറ്റ് u is equal to എന്താണ്? 1/x and v is equal to 1/y. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ ഞാൻ ഒന്ന് റീറൈറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1/2 u plus 1/3 v is equal to 2. അതേപോലെ രണ്ടാമത്തെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? 1/3 u plus 1/2 v is equal to 13/6 എന്ന് എഴുതാൻ കഴിയും. അപ്പൊ ഇതെന്ന് പറയുന്നത് വേരിയബിൾസ് ഉണ്ട്, കോൺസ്റ്റന്റ് ഉണ്ട്. പക്ഷേ വേരിയബിൾസിന്റെ കോഎഫിഷ്യന്റ് ഓൾ നമ്പേഴ്സ് ആണോ? അല്ല, ഫ്രാക്ഷൻസ് p/q ഫോമിലാണ് വന്നിരിക്കുന്നത്, റാഷണൽ നമ്പേഴ്സിന്റെ ഫോമിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ഫ്രാക്ഷൻസിന്റെ രണ്ടിന്റെയും ഡിനോമിനേറ്റർ നിങ്ങൾ ശ്രദ്ധിക്കുക. ഡിനോമിനേറ്ററിന്റെ LCM എടുക്കുക. 2ന്റെയും 3യുടെയും ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള കോമൺ മൾട്ടിപ്പിൾ ആരാണ്? 6 ആണ്. സോ ഐ ആം ഗോയിങ് ടു മൾട്ടിപ്ലൈ ദ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് വിത്ത് ദ നമ്പർ 6. ഓക്കെ, രണ്ടുപേർക്കും അത് തന്നെയാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് കോമൺ ആയിട്ട് പറയുന്നത്. അപ്പൊ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ എങ്ങനെയാണ്? 1/2 into 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3. പിന്നെ u അതേപോലെ 1/3 into 6 എന്ന് പറയുമ്പോൾ 2. v is equal to 2 into 6 എന്ന് പറയുന്നത് എത്രയാണ്? 12. സോ ദിസ് ഈസ് അവർ ഫസ്റ്റ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ വേരിയബിൾസ് നമുക്ക് മാറിയിട്ടുണ്ട്, യുവും വിയും ആണ്. ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ഈ രണ്ടാമത്തെ ഇക്വേഷനെ ഞാൻ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എങ്ങനെ കിട്ടും? 2u plus 3v is equal to 13. ഓക്കെ, സെക്കൻഡ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ. ഇനി നമുക്ക് എന്താണ്? ഞാൻ എലിമിനേഷൻ മെത്തേഡ് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് സെയിം ആക്കണം. ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 and 3 അങ്ങനെയാണ് പോയിരിക്കുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് ഇക്വേഷന് ഞാൻ 6 ആണ് ആക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ഇക്വേഷന് 2 കൊണ്ടും സെക്കൻഡ് ഇക്വേഷന് 3 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് ഇക്വേഷൻ ഇൻറ്റു 2, അതേപോലെ സെക്കൻഡ് ഇക്വേഷൻ ഇൻറ്റു 3. അപ്പൊ ഫസ്റ്റ് ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എങ്ങനെ കിട്ടും? 6u plus 4v is equal to 12 into 2 is equal to എത്രയാണ്? 24. ഓക്കെ, ഇത് നമ്മുടെ തേർഡ് ഇക്വേഷൻ ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് 2u, അതിനെ ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എത്ര കിട്ടും? 6u plus 3 into 3 is equal to 9v is equal to 13 into 3. 13 into 3 is equal to എത്രയാണ്? 39. ഓക്കെ, ഇതാണ് നമ്മുടെ ഫോർത്ത് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, 6u ഒരു കോൺസ്റ്റന്റിന്റെ ഒരു വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് സെയിം ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഐ എം ഗോയിങ് ടു സബ്ട്രാക്ട് ഇക്വേഷൻ 3 ഫ്രം ഇക്വേഷൻ നമ്പർ 4. എപ്പോഴും ശ്രദ്ധിക്കുക, കോഎഫിഷ്യന്റ് കുറച്ച് ഗ്രേറ്റർ നമ്പറിൽ നിന്നും സ്മോളർ നമ്പർ കുറയ്ക്കാൻ ശ്രമിക്കുക. ഓക്കെ, മറ്റേ തിരിച്ച് ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നോക്കുക, ഞാൻ 4ൽ നിന്നും 3 ആണ് കുറയ്ക്കാൻ പോകുന്നത്. അപ്പൊ കുറയ്ക്കുമ്പോൾ എങ്ങനെ കിട്ടും? 6u minus 6u is equal to 0. 9v minus 4v is equal to എത്രയാണ്? 5v ആണ് കിട്ടുന്നത്. ഓക്കെ, ഇനി 39 minus 24 ആണ്. അപ്പൊ 30ൽ നിന്നും 20 പോകുമ്പോഴത്തേക്കും ബാക്കി നമുക്ക് 10 ആണുള്ളത്. ഓക്കെ, 9ൽ നിന്നും 4 പോകുമ്പോഴത്തേക്കും നമുക്ക് എത്രയാണ്? 5 ആണുള്ളത്. അപ്പൊ 10 plus 5 is equal to എത്രയാണ്? 15 ആണ് വരുന്നത്. ഓക്കെ,
ആൻഡ് വിയുടെ വാല്യൂ എന്ന് പറയുന്നത് 15 ഡിവൈഡ് ബൈ 5 ഈസ് ഈക്വൽ എത്രയാണ് 3 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് വിയുടെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് ആരുടെ വാല്യൂ വേണം? യുടെ വാല്യൂ വേണം. യുടെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്നും ഓക്കെ ഫ്രം 1 വിയുടെ വാല്യൂ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ അത് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? യു ഈസ് ഈക്വൽ ടു 12 മൈനസ് 2v ഡിവൈഡഡ് ബൈ 3. ഈ രീതിയിലാണ് എഴുതാൻ കഴിയുന്നത്. ഈസ് ഈക്വൽ ടു 12 മൈനസ് 2 ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു എത്രയാണ്? 6. ഓക്കെ, ഡിവൈഡഡ് ബൈ 3. അപ്പം 12 മൈനസ് 6 ഈസ് ഈക്വൽ ടു എത്രയാണ്? 6 ആണ്. 6 ഡിവൈഡ് ബൈ 3 ഈസ് ഈക്വൽ ടു എത്രയാണ്? 2 ആണ്. ഓക്കെ, അപ്പൊ എനിക്ക് എക്സിന്റെ വാല്യൂ സോറി യുടെ വാല്യൂ എത്ര കിട്ടി? 2ഉം ആൻഡ് ബിയുടെ വാല്യൂ എത്രയാണ്? 3ഉം ആണ് കിട്ടിയത്. അപ്പൊ ഇവിടെ നോക്കാം, നമുക്ക് u ഈസ് ഈക്വൽ ടു 1 ബൈ എക്സ് എന്ന് പറയാമെങ്കിൽ വിച്ച് ഇംപ്ലൈസ് x ഈസ് ഈക്വൽ ടു 1 ബൈ u. റൈറ്റ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സിന്റെ വാല്യൂ എനിക്ക് 1 ബൈ 2 എന്നാണ് കിട്ടുന്നത്. ആൻഡ് ഇപ്പോ v ഈസ് ഈക്വൽ ടു 1 ബൈ y എന്ന് പറഞ്ഞാൽ എനിക്ക് അതിൽ നിന്നും y ഈസ് ഈക്വൽ ടു എന്തെന്ന് പറയാൻ പറ്റും? 1 ബൈ b എന്ന് പറയാൻ പറ്റും, which is equal to 1 by 3. So the solution of the given pair of equation when reduced to the pair of linear equation, we get the value of x is equal to 1 by 2 and the value of y is as 1 by 3. Okay, ഇതേപോലെയാണ് നമുക്ക് ബാക്കി ഒരു 6 ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. So this is our second question. 2 by root x plus 3 by root y is equal to 2 and 4 by root x minus 9 by root y is equal to minus 1. Okay, അപ്പോൾ ക്ലിയർലി കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് ആർക്ക് പകരമാണ് യുവും ബിയും എടുക്കുക. 1 by root x ന് പകരം u എന്നും 1 by root y ക്ക് പകരം b എന്നും പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ എടുത്താൽ നമുക്ക് ഈ ഒരു പറയുന്ന പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസിനെ ഈ ഒരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. 2u plus 3v is equal to 2, first linear equation, and 4u minus 9v is equal to minus 1, the second linear equation. Okay, അപ്പോൾ ഈ രണ്ട് ലീനിയർ ഇക്വേഷനെ എലിമിനേഷൻ മെത്തേഡ് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ വേരിയബിൾസിന്റെ കോഎഫിഷ്യന്റിനെ ഞാൻ കമ്പയർ ചെയ്തപ്പോൾ ഇവിടെ ഒരു 2u ഉണ്ട്, ഇവിടെ ഒരു 4u ഉണ്ട്. അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാകും. പക്ഷെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഫസ്റ്റ് ഇക്വേഷനിലെ v എന്ന് പറയുന്ന വേരിയബിൾസിനെയാണ് ഞാൻ എലിമിനേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് ഇക്വേഷനിലെ ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ 2u into 3 is equal to 6u plus 3v into 3 is equal to 9v and 2 into 3 is equal to 6. I'm taking this equation as the third equation. Okay, ഇനി നോക്കുമ്പോൾ ഇപ്പോ ഈ തേർഡ് ഇക്വേഷന്റെയും അതേപോലെ സെക്കൻഡ് ഇക്വേഷന്റെയും v എന്ന് പറയുന്ന വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് സെയിം ആണ്, പക്ഷേ സിമ്പൽ എന്താണ്? ഓപ്പോസിറ്റ് ആണ്. സോ ഐ ആം ഗോയിങ് ടു ആഡ് ദീസ് ടു പെയർ. ഓക്കെ, അപ്പോ ഇങ്ങനെ ചെയ്യാം. നമുക്ക് 10u is equal to 5 എന്ന് കിട്ടും. കാരണം എന്താണ്? 4 plus 6u is equal to 10u minus 9v plus 9v എന്ന് പറയുന്നത് 0 ആണ് and minus 1 plus 6 എന്ന് പറയുന്നത് 5 ആണ്. Therefore u is equal to 5 by 10 which is equal to 1 by 2. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു വാല്യൂ ഞാൻ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എവിടെ എങ്ങനെയാണ്? 2u plus 3v is equal to 2 എന്നാണ്. അതിൽ നിന്ന് എനിക്ക് v is equal to 2 minus 2u divided by 3 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പൊ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 minus 2 into 1 by 2 is equal to 1. Okay, അപ്പൊ 2 minus 1 is equal to 1 and divided by 3. So 1 by 3 as the value of v. Okay, അപ്പൊ v യുടെ വാല്യൂ കിട്ടി. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ എടുത്തിരിക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് u is equal to 1 by root x എന്നാണെങ്കിൽ ഞാൻ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് root x is equal to 1 by u എന്ന് കിട്ടും. നമുക്ക് x ന്റെ വാല്യൂ അല്ലേ വേണ്ടത്? അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഈ x നെ ആ റൂട്ടിൽ നിന്നും പുറത്താക്കണം. അതിന് വേണ്ടിയിട്ട് we are going to square the both sides of the equation. Okay, അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? x is equal to 1 by u square എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ x is equal to 4. കാരണം എന്താണ്? 1 by u square. u എന്ന് പറഞ്ഞാൽ 1 by 2 ആണ്. 1 by 2 ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 by 4 ആണ്. 1 divided by 1 by 4 is equal to റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 എന്ന് പറയുന്നത് എന്തായിട്ട് വരും? ന്യൂമറേറ്ററിൽ വരും ആൻഡ് ഡിനോമിനേറ്റർ 1 ആയിട്ട് വരും. സോ നമുക്ക് ഒരു ഓൾ നമ്പർ ആണ് കിട്ടുന്നത് 4. ഓക്കെ, അപ്പൊ x ന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 4 കിട്ടി. നെക്സ്റ്റ് വി ആർ going for the value of y. അപ്പൊ നമുക്ക് v is equal to 1 by root y എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് കൊടുത്തത്. അതിൽ നിന്നും root y is equal to 1 by v എന്ന് എഴുതാൻ പറ്റും. അപ്പോ ഈ y എന്ന് പറയുന്ന വേരിയബിൾ മാത്രമാണ് നമുക്ക് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് റൂട്ടിൽ നിന്നും പുറത്താക്കണം. സോ going to square. Okay, square the both sides, squaring the both sides of the equation. So y is equal to എനിക്ക് 1 by v square എന്ന് കിട്ടും, which is equal to 9. കാരണം എന്താണ്? 1 divided by 1 by 3 the whole square is equal to 1 divided by 1 by 9. അത് നമ്മൾ റെസിപ്രോക്കൽ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? 9.
ഓക്കെ, അപ്പൊ ഇവിടുത്തെ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 4ഉം വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 9ഉമാണ്. ഓക്കെ, so we are moving to our next questions. Our third question is 4 by x plus 3y is equal to 14 and 3 by x minus 4y is equal to 23. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം എന്താണ്, നമ്മുടെ ഈ 1 by x എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആണ് നമുക്ക് ഫ്രാക്ഷൻ രൂപത്തിൽ വന്നിരിക്കുക. അപ്പൊ അതിന് മാത്രമേ ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ എടുക്കുന്നുള്ളൂ. അഥവാ കൺഫ്യൂഷൻ ഉള്ള കുട്ടികൾ എന്ത് ചെയ്യുക, വൈക്ക് പകരം ബി കൂടെ എടുത്തെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോ യുവിന് പകരം ഞാൻ 1 by x എന്നും വൈക്ക് പകരം ഒന്നും കൊടുക്കുന്നില്ല. ഓക്കെ, അപ്പൊ എനിക്ക് ഈ ഒരു ഇക്വേഷൻ എങ്ങനെ റീറൈറ്റ് ചെയ്യാൻ പറ്റും? 4u plus 3y is equal to 14, അതേപോലെ 3u minus 4y is equal to 23 and taking this equation as first and second. Okay, and next ഇതാ ഇവിടെ ഞാൻ നോക്കിയപ്പോ ഞാൻ ഇതാ ഈ ഒരു y-യുടെ കോഎഫിഷ്യന്റിനെയാണ് എലിമിനേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഇക്വേഷനെ 4 എന്ന് പറയുന്ന നമ്പർ കൊണ്ടും സെക്കൻഡ് ഇക്വേഷനെ 3 എന്ന് പറയുന്ന നമ്പർ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 4 into 4u is equal to 16u, 3y into 4 is equal to 12y is equal to 14 into 4 is equal to 56. Okay, അപ്പോ ഇനി 3u minus 4y is equal to 23, ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 9u minus 12y is equal to 69 എന്ന് പറഞ്ഞ് കിട്ടും. ആൻഡ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണ്, ഇവിടെ നോക്കുക, ഈ രണ്ട് ഇക്വേഷൻ, കാരണം എന്താണ്, സെയിം ആയിട്ടുള്ള കോഎഫിഷ്യന്റ് ആണ്, പക്ഷെ സിമ്പിൾ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ രണ്ട് പെയർ ഓഫ് ലീനിയർ ഇക്വേഷനും ആഡ് ചെയ്യണം. അപ്പൊ ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നോക്കുമ്പോൾ 16 plus 9u is equal to എത്രയാണ്, 25u. അതേപോലെ 56 plus 69 is equal to 125. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യുവിന്റെ വാല്യൂ എനിക്ക് 125 divided by 25 is equal to 5 എന്നാണ് കിട്ടുന്നത്. ആൻഡ് ഇത് ഈ ഒരു വാല്യൂ ഞാൻ വൈക്ക് വേണ്ടിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ വൈക്ക് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ 14 minus 4u divided by 3 is equal to എത്ര കിട്ടും, 14 minus 20 divided by 3 എന്ന് കിട്ടും. ദാറ്റ് ഈസ് minus 6 by 3 is equal to minus 2 ആണ് വൈയുടെ വാല്യൂ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ആരുടെ വാല്യൂ ആണ് ഇവിടെ ബാക്കിയുള്ളത്, എക്സിന്റെ വാല്യൂ ഉണ്ട്. കാരണം നമ്മൾ യുടെ വാല്യൂ കണ്ടുപിടിച്ചോളൂ. അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ്, u is equal to 1 by x എന്നാണ്, which means x is equal to 1 by u. ഓക്കെ, അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 1 by 5. ഓക്കെ, അപ്പൊ എക്സിന്റെ വാല്യൂ എത്രയാണ് കിട്ടുന്നത്, 1 by 5ഉം ആൻഡ് വൈയുടെ വാല്യൂ എത്രയാണ് കിട്ടുന്നത്, -2 ആണ് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ നാലാമത്തെ ഇക്വേഷനിലേക്ക് പോവാം. ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, 5 divided by x minus 1 plus 1 divided by y minus 2 is equal to 2 and 6 divided by x minus 1 minus 3 divided by y minus 2 is equal to 1. ഓക്കെ, അപ്പൊ കാണുമ്പോൾ തന്നെ അറിയാം സബ്സ്റ്റിറ്റ്യൂഷൻ എടുക്കേണ്ടത് യുനും u ആൻഡ് v, അതിന് പകരം എടുക്കുന്ന ഏതിനൊക്കെയാണ്, 1 by x minus 1നെ u എന്നും ആൻഡ് 1 by y minus 2നെ നമ്മൾ എന്തെന്ന് എടുത്തു, v എന്നും എടുത്തു. ആൻഡ് ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ആണ് കിട്ടുന്നത്. 5u, അതായത് 5 into 1 by x, 1 by x minus 1 ന് പകരം u സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, 5u plus v is equal to 2 and 6u minus 3v is equal to 1. ഓക്കെ, അപ്പോ ഇനി ഇവിടെ ശ്രദ്ധിക്കുമ്പോൾ എലിമിനേഷൻ മെത്തേഡ് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ ഏതെങ്കിലും ഒരു വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് സെയിം ആക്കണം. ഇവിടെ 5, ഇവിടെ 6, ഇവിടെ 1, ഇവിടെ -3 ആണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് ഇക്വേഷനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോ 5 into 3 is equal to 15u, പിന്നെ 3 into v is equal to 3v is equal to 2 into 6 is equal to 6. ഓക്കെ, അപ്പോ നമുക്ക് നമ്മുടെ തേർഡ് ഇക്വേഷൻ കിട്ടി. അപ്പൊ ഈ തേർഡ് ഇക്വേഷനും അതേപോലെ സെക്കൻഡ് ഇക്വേഷനോട് കമ്പയർ ചെയ്യുമ്പോൾ v എന്ന് പറയുന്ന വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് സെയിം ആണ്, പക്ഷേ സൈൻസ് ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് ഈ രണ്ട് ഇക്വേഷൻസും തമ്മിൽ ആഡ് ചെയ്യുന്നു. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും, 6u plus 15u is equal to എത്രയാണ്, 21u. ആൻഡ് നമുക്ക് 1 plus 6 is equal to 7 എന്ന് കിട്ടും. അപ്പൊ u is equal to 7 divided by 21 is equal to എത്രയാണ് കിട്ടുന്നത്, 1 by 3 ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോ ഈ 1ൽ നിന്നും എനിക്ക് v is equal to എങ്ങനെ എഴുതാൻ പറ്റും, 2 minus 5u എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. അപ്പൊ 2 minus 5 into u എന്ന് പറഞ്ഞാലാണ് 1 by 3 ആണ്. അപ്പൊ ചെയ്യുമ്പോൾ 2 into 3 is equal to 6 ആണ്. 6 minus 5 എന്ന് പറയുന്നത് 1 ആണ്, 1 divided by 3. ഓക്കെ, അപ്പൊ യുവിന്റെയും വിയുടെയും വാല്യൂ എത്രയാണ്, 1 by 3 ആണ് കിട്ടിയത്. അപ്പൊ നമുക്ക് എക്സിന്റെയും വൈയുടെയും വാല്യൂസ് വേണം. അതിന് വേണ്ടിയിട്ട് എക്സിനെ നമുക്ക് പകരം കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്, 1 by x minus 1ന് പകരം കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് u ആണല്ലോ. ഇതിൽ നിന്ന് എനിക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x minus 1 is equal to 1 by u എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ x is equal to 1 by u plus 1 എന്ന് എഴുതാൻ പറ്റും ആണല്ലോ. അപ്പൊ നമുക്ക് ശ്രദ്ധിക്കുക, 1 by u, അപ്പം 1 divided by 1 by 3 എന്ന് പറയുന്നത് എത്രയാണ്, 3 ആണ്. ഓക്കെ, റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 plus 1 is equal to എത്ര കിട്ടും, 4. ഓക്കെ, അതേപോലെ വിക്ക് പകരം നമ്മൾ കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ 1 by y minus 2 ആണെന്നുണ്ടെങ്കിൽ
നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ y മൈനസ് 2 ഈസ് ഈക്വൽ ടു 1 ബൈ വി എന്ന് പറയാൻ പറ്റും. ദാറ്റ് മീൻസ് y ഈസ് ഈക്വൽ ടു 1 ബൈ വി പ്ലസ് 2. ഓക്കെ, അപ്പൊ v എന്ന് പറയുന്നത് 1 ബൈ 3 ആണെന്നുണ്ടെങ്കിൽ 1 ബൈ വി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 3 ആയിരിക്കും. 3യുടെ കൂടെ 2 കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 5 ആണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു പെയർ ഓഫ് ഇക്വേഷനെ നമ്മൾ ലീനിയർ പെയറിലേക്ക് റെഡ്യൂസ് ചെയ്തതിന് ശേഷം വേരിയബിൾസിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ x വാല്യൂ 5 അതേപോലെ y വാല്യൂ 5 അതേപോലെ x വാല്യൂ 4 ആണ്. ഓക്കെ, സോ വി ആർ മൂവിങ് ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ നോക്കുക, നമ്മുടെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. തന്നിരിക്കുന്ന രീതി നോക്കുക. 7x minus 2y divided by xy is equal to 5 and 8x plus 7y divided by xy is equal to 15. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം ഇതിനെ എന്താണ് ഫ്രാക്ഷൻ ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യുന്നു? ഇവിടെ 7 ഈ എക്സ് വൈയെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇവിടെ എക്സ് വൈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ എനിക്ക് എങ്ങനെ കിട്ടും? 7x minus 2y is equal to 5xy അതേപോലെ 8x plus 7y is equal to 15xy എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോ ഇവിടെ നോക്കുക, ഞാൻ ഈ ഒരു ഓൾ ഇക്വേഷനെ എക്സ് വൈ എന്ന് പറയുന്ന വേരിയബിൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ഇതെന്താക്കി മാറ്റാൻ പറ്റത്തുള്ളൂ? രണ്ട് വേരിയബിൾസും ഒരു കോൺസ്റ്റന്റ് ടേമും എന്നുള്ള രീതിയിലേക്ക് മാറ്റാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ 7x minus 2y is equal to 5xy xy കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നോക്കുക, ഞാൻ എഴുതിയിരിക്കുന്ന രീതി നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം നമുക്ക് എപ്പോഴും എക്സ് വൈ ആ രീതിയിൽ വരുന്നതായിരിക്കും, ആ ഒരു അറേഞ്ച്മെന്റ് ആയിരിക്കും കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ -2y ഡിവൈഡഡ് ബൈ എക്സ് വൈ ആണ് -2/x എന്ന് വരുന്നത്. അതുകൊണ്ടാണ് അതിനെ ഫ്രണ്ടിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ കൺഫ്യൂഷൻ ആവരുത്. 7xനെ എക്സ് വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 7/y എന്നാണ് കിട്ടുന്നത്. അത് ഞാൻ രണ്ടാമതാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഈസ് ഈക്വൽ ടു 5. അതേപോലെ 8x plus 7y is equal to 15xy 7y ഡിവൈഡഡ് ബൈ എക്സ് വൈ എന്ന് പറയുന്നത് 7/x ആയിരിക്കും. അപ്പൊ എക്സിന്റെ ടേംസ് ഫസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്? 7/xനെ ആദ്യം കൊടുത്തു. അതേപോലെ 8xനെ നമ്മൾ എക്സ് വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് 8/y എന്ന് പറഞ്ഞു കിട്ടും. ഇസ് ഈക്വൽ ടു 15xy എക്സ് വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 15 എന്ന് മാത്രമായിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം. ഇവിടുത്തെ 1/xന് പകരം u എന്നും അതേപോലെ 1/yക്ക് പകരം v എന്നും പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? -2u ഓക്കെ പ്ലസ് 7v is equal to 5 എന്നും which is taken as the first linear equation. ഓക്കെ, ഇനി 7/x അതിന് പകരം നമ്മൾ 7u plus 8v is equal to 15 എന്ന് എടുക്കുന്നു, which is taken as a second linear equation. ഓക്കെ, അപ്പൊ ഇങ്ങനെ കിട്ടിയാൽ ഇവിടെ നോക്കിയപ്പോഴത്തേക്കും ഞാൻ ഈ u എന്ന് പറയുന്ന വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് ആണ് സെയിം ആക്കാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഇക്വേഷനെ 7 കൊണ്ടും സെക്കൻഡ് ഇക്വേഷനെ 2 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ എനിക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? -14u plus 7 into 7 14 and v is equal to 5 into 7 is equal to 35. This is taken as the third linear equation. And next നോക്കുമ്പോൾ സെക്കൻഡ് ലീനിയർ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7 into 2 is equal to 14u 8 into v is equal to 16v and 15 into 2 is equal to 30 എന്നാണ് കിട്ടുന്നത്, which is taken as the fourth linear equation. ഓക്കെ, അപ്പോ ഇനി നമ്മൾ ഇവരെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ തേർഡ് ഇക്വേഷൻ ഫോർത്ത് ഇക്വേഷൻ ഐ എം ഗോയിങ് ടു ആഡ് ദീസ് ടു ഇക്വേഷൻസ്. കാരണം എന്താണ്? നമ്മുടെ വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് സെയിം ആണ്, പക്ഷെ അവരുടെ സിംബൽ ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മൾ ആഡ് ചെയ്താൽ മാത്രമേ ആ വേരിയബിൾ എന്തായി പോകത്തുള്ളൂ? എലിമിനേറ്റ് ആയി പോകത്തുള്ളൂ. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നു. അപ്പൊ നോക്കുക, -14u plus 14u is equal to 0, 49v plus 16v is equal to എത്ര കിട്ടും? 65v is equal to 35 plus 30 is equal to 65. then v is equal to 1. ഓക്കെ, അപ്പൊ v യുടെ വാല്യൂ നമുക്ക് കിട്ടിയ എത്രയാണ്? 1 ആണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ u യുടെ വാല്യൂ ഞാൻ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് എനിക്ക് എങ്ങനെ എടുക്കാൻ പറ്റും? u is equal to എങ്ങനെ എഴുതാം? 5 minus 7v divided by -2 എന്നുള്ള രീതിയിൽ കിട്ടും. അപ്പൊ 5 minus v യുടെ വാല്യൂ എത്രയാണ്? 1. അപ്പൊ 5 minus 7 divided by -2 is equal to -2 divided by -2 is equal to 1. അപ്പൊ നമുക്ക് u യുടെയും v യുടെയും വാല്യൂ കിട്ടി. അപ്പൊ ദാ നമുക്ക് u എങ്ങനെ എടുത്തിരിക്കുന്നത്? 1/x എന്നാണ്. ഓക്കെ, അപ്പൊ എനിക്ക് x is equal to എന്തെന്ന് പറയാം? 1/u എന്ന് പറയാം. അപ്പൊ 1 divided by 1 എന്നുള്ള രീതിയിൽ കിട്ടും, which is also equal to 1. അപ്പൊ നമുക്ക് കിട്ടുന്ന x ന്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. ഇതേപോലെ y യുടെ വാല്യൂ നമ്മൾ എങ്ങനെ എടുത്തിരിക്കുന്നത്? v is equal to 1/v എന്നാണെങ്കിൽ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ y is equal to 1/v എന്ന് പറയാൻ പറ്റും. 1 divided by v യുടെ വാല്യൂ എത്രയാണ്? 1 എന്നാണ് കിട്ടിയത്. സോ 1/1 is also
1. ഓക്കെ, അപ്പൊ നമുക്ക് എക്സും വൈയും കിട്ടിയത് എത്രയാണ്? 1 and 1 എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് we are going to the sixth question. Okay, 6x plus 3y minus 6xy is equal to 0. Okay, അതേപോലെ സെക്കൻഡ് തന്നിരിക്കുന്ന ഇക്വേഷൻ 2x plus 4y minus 5xy is equal to 0 ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്ത അതേപോലെ തന്നെ xy എന്ന് പറയുന്ന വേരിയബിൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇക്വേഷന്റെ രണ്ട് സൈഡിലും ഡിവൈഡ് ചെയ്യാൻ പോകണം. അപ്പൊ എനിക്ക് കിട്ടുന്ന രീതി, അറേഞ്ച് ചെയ്ത രീതി ഞാൻ നേരത്തെ പറഞ്ഞു. എക്സിന്റെ ടേം ഫസ്റ്റ് വരത്തക്ക രീതിയിലാണ് അറേഞ്ച് ചെയ്യുന്നത്. അതെങ്ങനെയാണ്? ഈ 3y നമ്മൾ xy കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡിനോമിനേറ്ററിൽ x കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ അതിനെ ഫ്രണ്ടിൽ എഴുതുകയാണ്. ഓക്കെ, അപ്പൊ 3x പ്ലസ് 6x/xy എന്ന് പറഞ്ഞാൽ 6/y എന്നാണ്, അതവിടെ എഴുതി. ഇസ് ഈക്വൽ ടു മൈനസ് 6xy നമ്മൾ xy കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ -6 എന്ന് കിട്ടും. അത് ഞാൻ ഇക്വേഷന്റെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് +6 എന്നായിട്ട് മാറും. സോ അവർ ഇക്വേഷൻ ഈസ് 3x plus 6/y is equal to 6. അതേപോലെ നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ നിന്ന് 4x plus 2y is equal to 5 എന്നും പറഞ്ഞാണ് കിട്ടുന്നത്. ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നു. 1/x പകരം u എന്നും 1/y പകരം v എന്നും എടുത്താൽ എനിക്ക് 3u പ്ലസ്, അതായത് 3x പകരം 3u plus 6/y പകരം 6v is equal to 6 എന്നും, which is taken as the first linear equation, and 4x പകരം 4u എന്നും 2/y പകരം 2v എന്ന് എഴുതാം is equal to 5, which is taken as the second linear equation. ഓക്കെ, അപ്പോ ഞാൻ ഇവിടെ നോക്കുമ്പോഴത്തേക്കും എനിക്ക് വേരിയബിൾസ് സെയിം ആക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ സെക്കൻഡ് ഇക്വേഷനെ 3 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ എനിക്ക് എങ്ങനെ കിട്ടും? 12u plus 3 into 2 is equal to 6. അപ്പൊ 6b is equal to 5 into 3 is equal to 15 എന്ന് കിട്ടും, which is taken as the third equation. ഇപ്പൊ ഞാൻ നോക്കിയപ്പോ എന്റെ ഫസ്റ്റ് ലീനിയർ ഇക്വേഷനും ആൻഡ് തേർഡ് ലീനിയർ ഇക്വേഷന്റെയും വിയുടെ കോഎഫിഷ്യന്റ് സെയിം ആണ്, അതേപോലെ അവരുടെ സിമ്പലും സെയിം ആണ്. സോ നമുക്ക് എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ വലിയ കോഎഫിഷ്യൻസ് ഉള്ളതിൽ നിന്നാണ് ഞാൻ സബ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും എനിക്ക് 12u minus 3u is equal to 9u എന്ന് കിട്ടും, and 15 minus 6 is equal to 9 എന്ന് കിട്ടും, which means u is equal to 1. അപ്പൊ യുടെ വാല്യൂ എത്രയാണ്? 1 ആണ് കിട്ടുന്നത്. അതേപോലെ വിയുടെ വാല്യൂ ഞാൻ എടുക്കുമ്പോൾ എനിക്ക് എങ്ങനെ 6 minus 3u divided by 6 എന്നുള്ള രീതിയിൽ വരും, which is equal to 1/2. അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ്? u is equal to 1/x എന്നും v is equal to 1/v എന്നും ആണെന്നുണ്ടെങ്കിൽ x is equal to 1/u and y is equal to 1/v respectively. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ x is equal to 1 and y is equal to 2 എന്നാണ് ഇതിന്റെ സൊല്യൂഷൻ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, so we are moving to the seventh question. അപ്പോൾ നോക്കുക, 10/x plus y plus 2/x minus y is equal to 4. അതേപോലെ 15 divided by x plus y minus 5 divided by x minus y is equal to -2. ക്ലിയർലി നമുക്കറിയാം യുവിനും വിക്കും പകരം നമ്മൾ ആരെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? u is equal to 1/x plus y, അതേപോലെ v is equal to 1 divided by x minus y. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഈ ഒരു പെയർ ഓഫ് ഇക്വേഷൻസിനെ എങ്ങനെ മാറ്റിയെടുക്കാം? 10u plus 2v is equal to 4. കാരണം 10 divided by x plus u. ഓക്കെ, അപ്പൊ നമ്മൾ 1/x plus y പകരമാണ് u എടുത്തിരിക്കുന്നത്. അപ്പൊ 10u plus 2v is equal to 4, which is taken as the first linear equation, and second എന്ന് പറയുന്നത് 15u minus 5v is equal to -2, which is taken as the second linear equation. അപ്പൊ ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഏതെങ്കിലും വേരിയബിൾസിന്റെ കോഎഫിഷ്യന്റ് സെയിം ആണോ? അല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? സെയിം ആക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡിവിഷൻ എന്തെങ്കിലും ചെയ്യണം. അപ്പോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഇക്വേഷനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എനിക്ക് ഈ 2v അതേപോലെ 5v ഇതിനെ രണ്ടിനെയാണ്, വിയുടെ കോഎഫിഷ്യന്റിനെയാണ് ഞാൻ എന്താക്കാൻ സെയിം ആക്കാൻ നോക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഇക്വേഷനെ 5 കൊണ്ടും സെക്കൻഡ് ഇക്വേഷനെ 2 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ I get 50u plus 10v is equal to 20 as the third linear equation, and 30u minus 10v minus is equal to -4 as the fourth linear equation. അപ്പോ ഇതിൽ നിന്നും ഞാൻ നോക്കുമ്പോൾ v എന്ന് പറയുന്ന വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് രണ്ടും സെയിം ആണ്, പക്ഷേ അതിന്റെ സിമ്പിൾ ഓപ്പോസിറ്റ് ആണ്. So we have to add the pair of linear equation. Okay, അപ്പോൾ ആഡ് ചെയ്തപ്പോൾ എനിക്ക് 50u plus 30u is equal to 80u is equal to 20 minus 4 is equal to എത്രയാണ്? 16 എന്നാണ് കിട്ടിയത്. That means u is equal to 16 divided by 80 is equal to എത്ര കിട്ടും? 1/5. Okay, next. അപ്പൊ യുടെ വാല്യൂ കിട്ടി, നമുക്ക് വിന്റെ വാല്യൂ വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ നിന്നും v is equal to 4 minus 10u divided by 2 എന്നാണ് കിട്ടുന്നത്. അപ്പോ അത് ഞാൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 4 minus 10 into 1/5 is equal to 2 divided by 2. അപ്പോൾ 4 minus 2 divided by 2 is equal to 2/2, which is equal to 1. ഓക്കെ, അപ്പൊ നമുക്ക് യുടെയും വിയുടെയും വാല്യൂ കിട്ടി. ഇനി നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ നോക്കാം. നമ്മൾ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്?
u is equal to 1 by x plus y ആണെങ്കിൽ എനിക്ക് 1 by x plus y is equal to യുടെ വാല്യൂ ആയി 1 by 5 എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറഞ്ഞൂടെ ഡിനോമിനേറ്റേഴ്സ് ഇതിന്റെ ന്യൂമറേറ്റർ രണ്ടും സെയിം ആണ് 1 and 1. അപ്പോൾ ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്. സോ x plus y is equal to 5 എന്ന് പറയാൻ കഴിയും. അതേപോലെ 1 divided by x minus y is equal to 1 എന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞൂടെ x minus y എന്ന് പറഞ്ഞാൽ എന്താണ് 1 ആണെന്ന് പറയാൻ കഴിയും. കാരണം എന്താണ് എനിക്ക് ഇതിനെ എങ്ങനെ എഴുതാം 1 by 1 എന്നുള്ള രീതിയിൽ എഴുതാം. അങ്ങനെ ഓക്കെ. അപ്പൊ x plus y is equal to 5 x minus y is equal to 1 അതും എന്താണ് another pair of linear equation ആണ്. അപ്പോൾ ഇനി നമ്മൾ അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എലിമിനേഷൻ മെത്തേഡ് തന്നെ ഉപയോഗിക്കുന്നു. അപ്പോൾ നോക്കുമ്പോൾ ഇതിന്റെ കോഎഫിഷ്യൻസ് എല്ലാം സെയിം ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ആഡ് ചെയ്യാണ്. അപ്പോൾ ആഡ് ചെയ്തപ്പോൾ എനിക്ക് x plus x is equal to 2x എന്നും 5 plus 1 is equal to 6 എന്നും കിട്ടി. minus y plus y തമ്മിൽ ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ നമുക്ക് x is equal to 6 by 2 is equal to 3 എന്ന് കിട്ടും. അപ്പോൾ x ന്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് ആരുടെ വാല്യൂ വേണം y യുടെ വാല്യൂ വേണം. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് x plus y is equal to 5 എന്ന് പറയുന്ന ഇക്വേഷനിൽ നിന്നും എനിക്ക് y യുടെ വാല്യൂ എങ്ങനെ എഴുതാൻ പറ്റും 5 minus x എന്ന് എഴുതാൻ പറ്റും ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 5 minus x that is 5 minus 3 is equal to എത്ര കിട്ടും 2 എന്നാണ് y യുടെ വാല്യൂ കിട്ടുന്നത്. അപ്പോൾ x ന്റെ വാല്യൂ എത്രയാണ് 3 and y യുടെ വാല്യൂ 2 എന്നാണ് കിട്ടുന്നത്. നെക്സ്റ്റ് നമ്മൾ നമ്മുടെ ഈ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യനിലെ ലാസ്റ്റ് ഇക്വേഷൻ ആണ് നോക്കുന്നത് 8th ഇക്വേഷൻ. ഓക്കെ. അപ്പോ 1 by 3x plus y okay plus 1 by 3x minus y is equal to 3 by 4. okay. അതേപോലെ 1 divided by 2 into 3x plus y minus 1 divided by 2 into 3x minus y is equal to minus 1 by 8 എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ ക്ലിയർലി നമുക്കറിയാം u ന് പകരം നമ്മൾ 1 by 3x plus y യും and v ക്ക് പകരം 1 by 3x minus y എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ് നമ്മൾ നടത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ എങ്ങനെ എഴുതാം u plus v is equal to 3 by 4. okay. കാരണം 1 by 3x plus y എന്ന് പറഞ്ഞ u ഉം 1 by 3x minus y എന്ന് പറയുന്നത് v യും ആണെങ്കിൽ നമുക്ക് u plus v is equal to 3 by 4 എന്ന് എഴുതാം, which is taken as the first linear equation. and ഇവിടെ 1 by 2 into 3x plus y. okay. അപ്പോൾ അതിനെ എനിക്ക് 1 by 2 into 1 by 3x plus y എന്ന് പറയാൻ പറ്റും. അപ്പോൾ 1 by 3x plus y എന്ന് പറഞ്ഞ u ആയതുകൊണ്ട് 1 by 2 into u എന്നും അതേപോലെ ഇവിടെ കൺസിഡർ ചെയ്യുമ്പോൾ minus 1 by 2 v എന്നും പറയാൻ പറ്റും is equal to minus 1 by 8. okay. which is taken as the second linear equation. അപ്പോൾ ഇനി ഞാൻ ഇതിനെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ കൺസിഡർ ചെയ്യും. ഇതിനെ എനിക്ക് ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യണം. കാരണം എന്താണ് അതിന്റെ വേരിയബിൾസിന്റെ കോഎഫിഷ്യന്റ് ഓൾ നമ്പേഴ്സ് ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് 1 by 2 ആണ്. അപ്പോൾ ഞാൻ 1 by 2 കോമൺ എടുത്തു. കോമൺ എടുത്തതിന് ശേഷം ഓപ്പോസിറ്റ് സൈഡിൽ എന്ത് ചെയ്യുന്നു കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എങ്ങനെയാണ് കിട്ടുന്നത് u minus v is equal to minus 2 divided by 8 എന്ന് കിട്ടും, which is equal to minus 1 by 4. okay. അപ്പോൾ ഇതാണ് നമ്മുടെ തേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ എന്താണ് വേരിയബിൾസിന്റെ എല്ലാം കോഎഫിഷ്യന്റ് സെയിം ആണ്. അപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു വേരിയബിൾ എന്ത് ചെയ്യണം എലിമിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇതാണ്ട് ഇവിടെ ഓപ്പോസിറ്റ് സൈൻസ് ഉണ്ട് പ്ലസ് വി ആൻഡ് മൈനസ് വി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു രണ്ട് ഇക്വേഷൻസിനെയും കൂടെ ആഡ് ചെയ്യുന്നു. I'm going to add the equation number 3 with equation number 1. അങ്ങനെയാണെങ്കിൽ u plus u is equal to 2u and നമുക്ക് plus v minus v cancel ആയി പോകും and 3 by 4 minus 1 by 4 രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 3 minus 1 is equal to 2. 2 divided by 4 is equal to 1 by 2. okay. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടി 2u is equal to 1 by 2 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ u is equal to 1 by 2 into 2. അതായത് 1 by 2 ന്റെ ഡിനോമിനേറ്ററിൽ നമ്മൾ 2 കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും 1 by 4 എന്ന് പറഞ്ഞു കിട്ടും. അപ്പോൾ v യുടെ വാല്യൂ എത്ര കിട്ടും 1 by 2 തന്നെയാണ് കിട്ടുന്നത്. കാരണം എന്താണ് അതായത് ഞാൻ ഇവിടെ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യുടെ വാല്യൂ 1 by 4 കിട്ടി. ദാറ്റ് മീൻസ് v is equal to 3 by 4 minus 1 by 4 which is equal to 2 by 4 which is equal to 1 by 2. okay. അപ്പൊ നമുക്ക് u and v യുടെ വാല്യൂ കിട്ടി. okay. അപ്പൊ u എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ എന്തിനു പകരമാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് 1 by 3x plus y ക്ക് പകരമാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് എനിക്ക് 1 by 4 is equal to 1 by 3x plus y എന്ന് കൊടുക്കാൻ പറ്റും. അപ്പൊ നോക്കുക ഈ രണ്ട് സൈഡിലും ഫ്രാക്ഷൻ ആണ്, ന്യൂമറേറ്റർ 1 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഡിനോമിനേറ്റർ എന്താണ് സെയിം ആണ്. ദാറ്റ് ഈസ് 3x plus y is equal to 4 ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ. അത് ഞാൻ ഫോർത്ത് ലീനിയർ ഇക്വേഷൻ ആയിട്ട് എടുക്കുകയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വിക്ക് പകരം 1 by 3x minus y ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ എടുത്തത്. അപ്പൊ വിയുടെ വാല്യൂ നമുക്ക് 1 by 2 ആണ് കിട്ടിയത്. ഓക്കെ. അപ്പോൾ അതിവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 by 2 is equal to 1 by 3x minus y and ന്യൂമറേറ്റേഴ്സ് രണ്ടും 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഡിനോമിനേറ്റേഴ്സ് രണ്ടും ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് 3x minus y is equal to 2 എന്ന് പറയാൻ പറ്റും, which is taken as the fifth linear equation. ഇപ്പൊ നമുക്ക് കിട്ടിയതും പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ആണ്. ഇനി നമ്മൾ അതിനെയാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ അതിനെ സോൾവ് ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ നോക്കുമ്പോഴത്തേക്കും
രണ്ടിന്റെയും എക്സിന്റെയും വൈയുടെയും കോഎഫിഷ്യന്റ് സെയിം ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ എനിക്ക് y എന്ന് പറയുന്നത് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രണ്ട് ഇക്വേഷൻസിനെ തമ്മിൽ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എങ്ങനെ കിട്ടും, 3x plus 3x is equal to 6x and plus y minus y is equal to 0. 4 plus 2 is equal to 6. അപ്പോഴത്തേക്ക് ഇത്രയും 6x is equal to 6 എന്നാണ് കിട്ടുന്നത്, which means x is equal to 1. ആൻഡ് ഈ എക്സിന്റെ വാല്യൂ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എനിക്ക് കിട്ടുന്നത് y is equal to 4 minus 3x is equal to 1. അപ്പൊ എക്സിന്റെയും വൈയുടെയും വാല്യൂ എത്രയാണ് കിട്ടിയത്, 1 എന്നാണ് കിട്ടിയത് for the given pair of equations which is reduced to the pair of linear equation. Okay, അപ്പൊ ഈ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യനിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, നമുക്ക് ഒരു പെയർ ഓഫ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ ആദ്യം ഒരു പെയർ ഓഫ് ലീനിയർ ഇക്വേഷനിലേക്ക് റെഡ്യൂസ് ചെയ്യുന്നു. അതിൽ നിന്നും നമുക്ക് പിന്നെയും എന്ത് ചെയ്യുന്നു, ലീനിയർ ഇക്വേഷൻസിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷമാണ് സൊല്യൂഷൻ കിട്ടുന്നത്. അതായത് ഇക്വേഷൻ തന്നിട്ടുണ്ട്, ഒരു പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ, അതിൽ നിന്നും അടുത്ത പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ, അതിൽ നിന്നാണ് സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെയ്ത് പോകും തോറും ക്വസ്റ്റ്യൻസ് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഓക്കെ, so we are moving to the last set of questions. Word problems ആണ്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഋതു can row downstream 20 km in 2 hours. ഋതു എന്ന് പറയുന്ന കുട്ടിക്ക് 2 മണിക്കൂർ കൊണ്ട് 20 കിലോമീറ്റർ തുഴയാൻ പറ്റും. എങ്ങനെ, ഡയറക്ഷൻ എങ്ങനെയാണ്, ഡൗൺ സ്ട്രീംസ്. ഓക്കെ, അപ്പൊ ഡൗൺ സ്ട്രീംസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇതാണ്, അതായത് അവള് തുഴയുന്ന ആ ഡയറക്ഷനും അതേപോലെ ആ സ്ട്രീമിന്റെ കറണ്ടിന്റെ ഡയറക്ഷനും സെയിം ആണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് അപ്സ്ട്രീം എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, തിരിച്ച്, അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറണ്ടിന്റെ ഡയറക്ഷൻ എന്താണോ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഋതു എന്ന് പറയുന്ന കുട്ടി തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഷീ ക്യാൻ കവർ 4 കിലോമീറ്റർ in 2 hours. അപ്പൊ ആ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുക. 2 മണിക്കൂർ കൊണ്ട് ഡൗൺ സ്ട്രീം ആണെങ്കിൽ 20 കിലോമീറ്റർ അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, തുഴയാൻ പറ്റും. പക്ഷെ അതേ 2 മണിക്കൂറിൽ അപ്സ്ട്രീംസ് ആണെങ്കിൽ അവൾക്ക് 4 കിലോമീറ്റർ മാത്രമേ തുഴയാൻ കഴിയത്തുള്ളൂ. ഓക്കെ, അതായത് അവിടെ ഒരു കറണ്ടിന്റെ റെസിസ്റ്റൻസ് വരുന്നത് കൊണ്ടാണ്. ആൻഡ് നെക്സ്റ്റ്, ഫൈൻഡ് ഹെർ സ്പീഡ് ഓഫ് റോയിങ് ഇൻ സ്റ്റിൽ വാട്ടർ ആൻഡ് ദ സ്പീഡ് ഓഫ് ദ കറണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ വാട്ടറിൽ അവളുടെ സ്പീഡ് എത്രയാണ്, അതേപോലെ കറണ്ടിന്റെ സ്പീഡ് എത്രയാണ്, ഇത്രയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അൺനോൺ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ്, സ്പീഡ് ഓഫ് റോയിങ് ഇൻ സ്റ്റിൽ വാട്ടർ, അതേപോലെ സ്പീഡ് ഓഫ് കറണ്ട് ആണ്. അപ്പൊ നമ്മൾ അതിനെ വേരിയബിൾസ് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നു, x കിലോമീറ്റർ പെർ അവർ, അതേപോലെ y കിലോമീറ്റർ പെർ അവർ. ഓക്കെ, അപ്പോ ഇതാ ഇവിടെ നോക്കുക, നമ്മൾ ഡൗൺ സ്ട്രീം റോ ചെയ്യുമ്പോഴത്തേക്കും അവളുടെ സ്പീഡ് എന്ന് പറയുന്നത് അതിനോടൊപ്പം കറണ്ടിന്റെ സ്പീഡും കൂടി ഉണ്ടായിരിക്കും, ആണല്ലോ. അപ്പോ അവരുടെ രണ്ടുപേരുടെയും കൂടെ നമുക്ക് ടോട്ടൽ സ്പീഡ് എത്ര എന്ന് പറയാൻ പറ്റും, x plus y കിലോമീറ്റർ പെർ അവർ. ഓക്കെ, ഡൗൺ സ്ട്രീമിന്റെ കേസാണ്. നെക്സ്റ്റ്, അപ്സ്ട്രീം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, x minus y കിലോമീറ്റർ പെർ അവർ എന്ന് പറയാൻ പറ്റും. കാരണം അവൾ എത്ര സ്പീഡിൽ തുഴയുന്നു അതിനനുസരിച്ച് നമുക്ക് കറണ്ടിന്റെ റെസിസ്റ്റൻസ് വരുന്നുണ്ട്. ഓക്കെ, അതിനനുസരിച്ച് കറണ്ടിന്റെ സ്പീഡ് വെച്ചിട്ട് ഇത് കുറയണം. അപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, x minus y കിലോമീറ്റർ പെർ അവർ എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ് പറയുന്നത്, 20 കിലോമീറ്റർ ഓക്കെ കവർ ചെയ്യുന്നു. എത്ര സ്പീഡില്, എക്സ് പ്ലസ് വൈ സ്പീഡിൽ കവർ ചെയ്യുന്നു. എത്ര മണിക്കൂർ കൊണ്ട്, 2 മണിക്കൂർ കൊണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു റിലേഷൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണ് പറയുന്നത്, ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് ഈസ് ഈക്വൽ ടു ടൈം. ആ ഒരു റിലേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് 4 കിലോമീറ്റർ കവർ ചെയ്യുന്നു. എത്ര സ്പീഡില്, എക്സ് മൈനസ് വൈ സ്പീഡില് എത്ര മണിക്കൂർ കൊണ്ട്, 2 മണിക്കൂർ കൊണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് കിട്ടി. ഇനി ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ലീനിയർ ഇക്വേഷൻസിനെ ഫോം ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ നോക്കാം, ഇവിടെ 20 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. ഞാൻ രണ്ട് സൈഡിലും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എനിക്ക് 10 by x plus y is equal to 1 എന്ന് കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ x plus y is equal to 10 is the first linear equation. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് 4 divided by x minus y is equal to 2 എന്ന് പറയുന്ന ഇക്വേഷനിൽ ഇവിടെ 4 ഉണ്ട്, 2 ഉണ്ട്, രണ്ടും 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പൊ എനിക്ക് 2 by x minus y is equal to 1 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് x minus y is equal to എന്തെന്ന് പറയാൻ പറ്റും, എനിക്ക് 2. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കുമ്പോ ഞാൻ ഈ രണ്ട് ഇക്വേഷൻസിന്റെയും 2 വേരിയബിൾസിനെയും കോഎഫിഷ്യന്റ് സെയിം ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് y എന്ന് പറയുന്ന വേരിയബിളിനെ എലിമിനേറ്റ് ചെയ്യാനാണ്. ദാറ്റ് മീൻസ് പ്ലസ് y ആൻഡ് മൈനസ് y എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ആഡ് ദീസ് 2 ലീനിയർ ഇക്വേഷൻസ്. അപ്പൊ എന്ത് എടുക്കുക, x plus x is equal to 2x and 10 plus 2 is equal to 12. y ഉം ക്യാൻസൽ ആയിപ്പോയി. ഓക്കെ, അപ്പൊ x is equal to 6 കിലോമീറ്റർ പെർ അവർ. ദാറ്റ് മീൻസ് അവള് സ്റ്റിൽ വാട്ടറിൽ റോ ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത് 6 കിലോമീറ്റർ പെർ അവർ ആണ്. ഓക്കെ, ആൻഡ് നമുക്ക് വൈയുടെ വാല്യൂ എത്രയെന്ന് എടുക്കാം, 10 minus 6. കാരണം എന്താണ്, x plus y is equal to 10. That means y is equal to 10 minus x. So 10 minus 6 is equal to 4 kilometer per hour. അതായത് സ്പീഡ് ഓഫ് ദി കറണ്ട് എത്രയാണ്, y 4 kilometer per hour ആണ്. ഓക്കെ,
So we are moving to the second question. Okay, word problem ആണ്. പറയുന്നത് എങ്ങനെയാണ്? 2 women, അതായത് 2 സ്ത്രീകൾ ആൻഡ് 5 men, 5 പുരുഷന്മാർ ചേർന്നിട്ട് ഒരു എംബ്രോയിഡറി വർക്ക് ചെയ്യുന്നു ആൻഡ് അവർക്ക് ആ വർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന എത്ര ദിവസം കൊണ്ടാണ്? 4 ദിവസം കൊണ്ടാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് കണ്ടീഷൻ ഈസ് 3 women and 6 men can finish it in 3 days. അതേ വർക്ക് 3 സ്ത്രീകളും 6 പുരുഷന്മാരും ചേർന്നാണ് ചെയ്യുന്നതെങ്കിൽ 3 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ we have to find the time taken by 1 woman alone to finish the work. ഒരു സ്ത്രീ ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് ആ വർക്ക് ഫുള്ള് തീർക്കും, അതേപോലെ ഒരു പുരുഷൻ എത്ര ദിവസം കൊണ്ട് ആ വർക്ക് ഫുള്ള് തീർക്കും എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് അൺനോൺ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്? എക്സ് ആൻഡ് വൈ നമ്മൾ എടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? ടൈം ടേക്കൺ ബൈ 1 woman alone to finish the work. ആ ജോലി ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ട ദിവസത്തിന്റെ എണ്ണം അല്ലെങ്കിൽ സമയമാണ് നമ്മൾ എക്സ് ഡേയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് വൈ എന്ന് പറയുന്നത് എന്താണ്? ഒരു പുരുഷന് ആ ഒരു പർട്ടിക്കുലർ എംബ്രോയിഡറി വർക്ക് ചെയ്യാൻ വേണ്ടുന്ന സമയം എന്ന്, ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ട സമയമാണ് വൈ ഡേയ്സ് എന്ന് പറയുന്നത് ആണല്ലോ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കാം. ഓക്കെ, അപ്പം ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് ആ വർക്ക് ചെയ്യാൻ എക്സ് ഡേയ്സ് വേണമെങ്കിൽ അവര് ഒരു ദിവസം ആ എക്സ് ഡേ ചെയ്യുന്ന വർക്കിന്റെ ഒരു പാർട്ടായിരിക്കും ചെയ്യുന്നത്. അതായത് ആ വർക്കിന്റെ 1/x പാർട്ടായിരിക്കും അവര് ഒരു ദിവസം കൊണ്ട് ഫിനിഷ് ചെയ്യുന്നത് ആണല്ലോ. അതേപോലെ ഒരു പുരുഷന്റെ കേസ് എടുക്കുമ്പോഴത്തേക്കും ഒരു ദിവസം അയാൾ മൊത്തം വർക്ക് വൈ ഡേയ്സ് കൊണ്ട് തീർക്കുമെങ്കിൽ ഒരു ദിവസം അയാൾ തീർക്കുന്നത് ആ വർക്കിന്റെ 1/y പാർട്ടായിരിക്കും. ഇത്രയും നിങ്ങൾ മനസ്സിലാലോചിക്കുക. ഇനി നമ്മൾ ഫസ്റ്റ് കണ്ടീഷനിലേക്കാണ് പോകുന്നത്. നമ്മൾക്ക് പറഞ്ഞിരിക്കുന്നത് എന്താണ്? 2 സ്ത്രീകളും 5 പുരുഷന്മാരും കൂടെ ചേർന്നിട്ട് ആ ഒരു പർട്ടിക്കുലർ എംബ്രോയിഡറി വർക്ക് ചെയ്താൽ എത്ര ദിവസം കൊണ്ട് തീരും? 4 ദിവസം കൊണ്ട് തീരും ആണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എടുത്തിരിക്കുന്ന രീതി ശ്രദ്ധിക്കുക. 2/x. കാരണം എന്താണ്? ഒരു ദിവസം ഒരു സ്ത്രീ ചെയ്യുന്നത് ഫുൾ ചെയ്യുന്നത് എക്സ് ഡേയ്സ് കൊണ്ടാണെങ്കിൽ ഒരു ദിവസം ചെയ്യുന്നത് 1/x പാർട്ടാണ്. അങ്ങനെ ആ ഒരു ദിവസം എത്ര സ്ത്രീകൾ ഉണ്ടായിരുന്നു? 2 സ്ത്രീകൾ. ഓക്കെ, അപ്പൊ 2/x. ഓക്കെ, 2 × 1/x 2/x. അതേപോലെ ഒരു പുരുഷൻ വൈ ഡേയ്സ് കൊണ്ട് തീർക്കുമെങ്കിൽ ഒരു ദിവസം അയാൾ ചെയ്യുന്നത് 1/y പാർട്ട് ഓഫ് ദി വർക്കാണ്. അങ്ങനെയാണെങ്കിൽ അന്നേ ദിവസം എത്ര പുരുഷന്മാരുണ്ടായിരുന്നു? 5 പുരുഷന്മാരുണ്ടായിരുന്നു. ആൻഡ് ഒരു ദിവസത്തെ കേസാണ് നമ്മൾ എടുക്കുന്നത്. മൊത്തം ആ വർക്ക് ഇവർ ഇത്രയും കൂടെ ചേർന്നാൽ എത്ര ദിവസം കൊണ്ട് തീർക്കും? 4 ദിവസം കൊണ്ട് തീർക്കും. നമ്മൾ ഒരു ദിവസത്തെ കേസാണ് എടുക്കുന്നത്. അതായത് 4 ദിവസത്തിൽ ഒരു ദിവസത്തെ അവരുടെ കണ്ടീഷനാണ് ഈ എടുത്തിരിക്കുന്നത്. ഓക്കെ, സോ 1/4. ഓക്കെ, നെക്സ്റ്റ് അതേപോലെ സെക്കൻഡ് കണ്ടീഷൻ എടുക്കുക. 3 സ്ത്രീകളും 6 പുരുഷന്മാരും ചേർന്ന് അതേ വർക്ക്, അതേ എംബ്രോയിഡറി വർക്ക് ചെയ്തെങ്കിൽ 3 ദിവസം കൊണ്ട് ഫിനിഷ് ചെയ്യുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ഒരു സ്ത്രീ ചെയ്യുന്ന വർക്ക് എത്രയാണ്? 1/x ആണല്ലോ. അതേപോലെ ഒരു ദിവസം ഒരു പുരുഷൻ ചെയ്യുന്നത് ആ വർക്കിന്റെ എത്ര പാർട്ടാണ്? 1/y പാർട്ടാണ്. അങ്ങനെയാണെങ്കിൽ 3 സ്ത്രീകൾ ചേർന്ന് ചെയ്യുമ്പോൾ 3/x, 6 പുരുഷന്മാർ ചേർന്ന് ചെയ്യുമ്പോൾ 6/y. അങ്ങനെ എത്ര ദിവസം? 3 ദിവസത്തിന്റെ ഒരു ദിവസത്തെ വർക്കാണ് അവർ തീർക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 1/3. ഓക്കെ, ഇനി നമ്മൾക്ക് ഇതിനെ എന്ത് ചെയ്യണം? സിംപ്ലിഫൈ ചെയ്ത് എടുക്കണം. ഓക്കെ, അപ്പൊ നോക്കുമ്പോ ഇവിടെ നോക്കുക. ഞാൻ ഇവിടുത്തെ 1/x ഉണ്ട്, ഇവിടെ ഒരു 1/x ഉണ്ട്, ഇവിടെ 1/y ഉണ്ട്, 1/y ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 1/x പകരം u എന്നും 1/y പകരം b എന്നും പറഞ്ഞിട്ട് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ എനിക്ക് എങ്ങനെ റീറൈറ്റ് ചെയ്യാം? 2u plus 5b is equal to 1/4 എന്നും 3u plus 6b is equal to 1/3 എന്ന് എടുക്കണം. ആൻഡ് taking this as the first and the second linear equation respectively. Okay, next എന്ന് പറയുന്നത് ദാ ഇവിടെ നോക്കുക. ഇവരുടെ വേരിയബിൾസ് സെയിം ആക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഈ 2 ഇവിടുത്തെ 3യും സെയിം ആക്കാൻ പോകുന്നു. അപ്പൊ ഇവരുടെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പൊ 6 ആക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം നോക്കുക. 2നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6 ആവും. അപ്പൊ ദാ ഈ ഓൾ ഇക്വേഷനെ ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആൻഡ് ഐ ഗെറ്റ് ദ തേർഡ് ലീനിയർ ഇക്വേഷൻ as 6u plus 5 × 3 is equal to 15b is equal to 1/4 × 3 is equal to 3/4. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് 3 എന്ന് പറയുന്ന നമ്പറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 6 എന്ന് പറഞ്ഞ് കിട്ടുന്നത് ആണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ 3 × u is equal to 2 × 3u is equal to 6u, 6 × 6b × 2 is equal to 12b is equal to 2/3. ഓക്കെ, ആൻഡ് ഇത് ഫോർത്ത് ലീനിയർ ഇക്വേഷൻ ആണ്. ഇനി നമ്മൾ ഇതിനെ സോൾവ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ നോക്കുമ്പോ ഞാൻ ഇതിനെ എന്ത് ചെയ്യുന്നു? സബ്ട്രാക്ട് ചെയ്യാണ്. അപ്പൊ 15bയിൽ നിന്നും 12b പോകുമ്പോഴത്തെ എനിക്ക് എത്ര കിട്ടും? 3b കിട്ടും. ആൻഡ് 3/4 നിന്ന് എനിക്ക് 2/3 ആണ് കുറയ്ക്കേണ്ടത്. ഇത് കുറയ്ക്കുന്ന രീതി ഒന്നും കൂടെ നോക്കുക. നിങ്ങൾക്ക് LCM മെത്തേഡ് വേണമെങ്കിൽ ഫോളോ ചെയ്യാം. ഞാൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. എങ്ങനെയാണ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ഇങ്ങനെ 3 × 3 എത്രയാണ്? 9.
നടുക്കത്തെ സിമ്പിൾ അതേപോലെ കൊടുക്കുക. 4 into 2 എത്രയാണ് 8 ആണ്, ഡിവൈഡഡ് ബൈ ഇവരെ ചെയ്യുക 4 into 3 ഇസിക്കൽ എത്രയാണ് 12. ഓക്കെ, അപ്പൊ 9 minus 8 എന്ന് പറഞ്ഞാൽ എത്രയാണ് 1 and divided by 12. ഓക്കെ, അപ്പോ എനിക്ക് 3v is equal to 1 by 12 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് v is equal to 1 by 3 into 12 എന്ന് പറഞ്ഞാൽ 36. ഓക്കെ, അപ്പോ എനിക്ക് v എന്ന് പറയുന്നത് എത്ര കിട്ടി 1 by 36 എന്നാണ് കിട്ടിയത്. എനിക്ക് ഇനി ആരെ വേണം, u എന്ന് പറയുന്നത് വേണം. ഓക്കെ, അപ്പൊ u കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ ഇവിടെ ഇക്വേഷനിൽ നിന്ന് എടുക്കുമ്പോൾ എനിക്ക് എത്ര കിട്ടും 1 by 4 minus 5v divided by 2. അപ്പൊ ഞാൻ 1 by 4 minus 5 v യുടെ വാല്യൂ എത്രയാണ് 1 by 36, 5 by 36 divided by 2. ഇവിടെ ഒരു 2 ഉണ്ടല്ലോ, അതിനെ ഞാൻ റെസിപ്രോക്കൽ കൊണ്ട് മുകളിൽ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് ഇവിടെ ഞാൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് എടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് 1 into 36 36 അടുക്കത്തെ സിമ്പൽ അതേപോലെ കൊടുക്കുക. 4 into 5 is equal to 20 divided by 4 into 36 എത്രയാണ് 144 into 1 by 2 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇതിനെ സിംപ്ലിഫൈ ചെയ്തെടുക്കുകയാണ്. 36 minus 20 എത്രയാണ് 16. 16 divided by 144 into 1 by 2. അപ്പൊ 16 divided by 144 എന്ന് പറയുന്നത് 144 എന്ന് പറയുന്നത് 9 times 16 ആണ്. അപ്പൊ എനിക്ക് 1 by 9 into 1 by 2 എന്ന് എഴുതാൻ പറ്റും is equal to 1 by 8 ആണല്ലോ. നമ്മൾ എടുത്തിരിക്കുന്ന കണ്ടീഷൻ എങ്ങനെയാണ്, u is equal to 1 by x ആണെങ്കിൽ x is equal to 1 by u എന്ന് എഴുതാം. അപ്പൊ എങ്ങനെ കിട്ടും 1 by u ന്റെ വാല്യൂ എത്രയാണ് 18 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് 1 by 18 എന്ന് കിട്ടും. അത് നമ്മൾ ഇവിടെ എടുത്ത എല്ലാ ഓരോ ദിവസത്തിന്റെ കേസ് ആണ്. അപ്പോഴത്തേക്കും നമുക്ക് 1 by 18 എന്ന് പറഞ്ഞാൽ ഈ ഒരു കണ്ടീഷൻ അനുസരിച്ച് എന്താണ് 18 ദിവസം കൊണ്ട് ആ സ്ത്രീ ചെയ്യുന്ന ഒരു ദിവസത്തെ എന്നാണ് കണ്ടീഷൻ കിട്ടുന്നത്. ദാറ്റ് മീൻസ് ടോട്ടൽ ഒരു സ്ത്രീ ആ ഒരു വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം എടുത്തു 18 ദിവസം എടുത്തു എന്നാണ് അർത്ഥം. അതേപോലെ പുരുഷന്റെ കേസ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത് 36 ആണ് കിട്ടുന്നത്. ദാറ്റ് മീൻസ് സ്ത്രീ ഒറ്റയ്ക്ക് ആ ഒരു ജോലി ചെയ്താൽ 18 ദിവസം കൊണ്ട് തീരും, പുരുഷൻ ഒറ്റയ്ക്ക് ആ ഒരു ജോലി ചെയ്താൽ 36 ദിവസം കൊണ്ടാണ് തീരുന്നത്. ഓക്കെ, സോ വി ആർ മൂവിംഗ് ടു ദി ലാസ്റ്റ് question of our exercise 3.6. okay, appo question ingeyananu Ruhi travels 300 km to her home partly by train and partly by bus. adayathu Ruhi ennu varuna penkutti avalde veetilekku pogunnathu korchu ബസ്സിലും കുറച്ച് ട്രെയിനിലും ആയിട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഷീ ടേക്സ് 4 hours if she travels 60 km by train and the remaining by bus. അപ്പൊ ആദ്യത്തെ മൊത്തം 300 കിലോമീറ്റർ ആണ്. അതിൽ ആദ്യത്തെ ഒരു 60 കിലോമീറ്റർ അവള് ട്രെയിനിൽ പോയിട്ട് പിന്നെ ബാക്കി ബസ്സിൽ പോയാണെന്നുണ്ടെങ്കിൽ അവള് 4 മണിക്കൂർ കൊണ്ട് വീട്ടിലെത്തും. ഇഫ് ഷീ ട്രാവൽസ് 100 km by train, ഇപ്പൊ അവള് 100 കിലോമീറ്റർ ട്രെയിനിൽ പോയതിന് ശേഷം ബാക്കി റിമൈനിങ് ബസ്സിൽ പോകുമ്പോഴത്തേക്കും 10 മിനിറ്റും കൂടെ കൂടുതൽ എടുക്കും. നേരത്തെ യാത്ര ചെയ്തത് 4 മണിക്കൂറിന്റെ കൂടെ ഒരു 10 മിനിറ്റ് കൂടെ എടുക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവള് പോകുന്ന ട്രെയിനിന്റെ സ്പീഡും ബസ്സിന്റെ സ്പീഡും കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അൺനോൺ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, ട്രെയിനിന്റെ സ്പീഡും ബസ്സിന്റെ സ്പീഡും. ഓക്കെ, അപ്പോൾ ലെറ്റ് x കിലോമീറ്റർ പെർ അവർ ഇസ് ദ സ്പീഡ് ഓഫ് ദ ട്രെയിൻ ആൻഡ് y കിലോമീറ്റർ പെർ അവർ ബി ദ സ്പീഡ് ഓഫ് ദി ബസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ് പറയുന്നത്, ഇവിടെ നോക്കുക. ആദ്യത്തെ 60 കിലോമീറ്റർ അവൾ എന്തിലാണ് പോകുന്നത്, ട്രെയിനിലാണ് പോകുന്നത്. അപ്പൊ ട്രെയിനിന്റെ സ്പീഡ് നമ്മൾ എടുത്തിരിക്കുന്ന എക്സ് എന്നാണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ടൈം. അപ്പൊ നമ്മൾ ടോട്ടൽ ടൈം 4 ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കിയാണ്. അപ്പൊ ആദ്യത്തെ 60 കിലോമീറ്റർ അവള് ട്രെയിനിൽ പോകുന്നു, ട്രെയിനിന്റെ സ്പീഡ് എക്സ് ആണെന്നുണ്ടെങ്കിൽ അവൾ എടുക്കുന്ന സമയം 60/x ആണല്ലോ. പ്ലസ് 300 കിലോമീറ്റർ ആണ് മൊത്തം ഉള്ളത്. അപ്പൊ ആദ്യത്തെ 60 കിലോമീറ്റർ അവൾ ട്രെയിനിൽ പോയി കഴിഞ്ഞു. ബാക്കി എത്ര കിലോമീറ്റർ ഉണ്ട്, 240 കിലോമീറ്റർ അവൾക്ക് ഇനി കവർ ചെയ്യണം. സോ 240. അതേപോലെ ബസ്സിലാണ് പോകുന്നത്, ബസ്സിന്റെ സ്പീഡ് എത്രയാണ് y. അതായത് അവള് ബസ്സിൽ പോയ സമയം എത്രയാണ് 240 ഡിവൈഡഡ് ബൈ y. ഇത് ടോട്ടൽ മൊത്തം എല്ലാം കൂടെ എത്രയാണ് 4 hours ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ സെക്കൻഡ് കണ്ടീഷൻ എന്താണ് പറയുന്നത്, ആദ്യത്തെ 100 കിലോമീറ്റർ അവൾ എന്തിൽ പോയി, ട്രെയിനിൽ പോയി. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു സമയം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് ഈസ് ഈക്വൽ 100 ഡിവൈഡ് ബൈ എക്സ് എന്ന് എടുക്കാം. അതേപോലെ റിമൈനിങ് എത്രയാണ് ഡിസ്റ്റൻസ് ഉള്ളത്, 300 നിന്ന് 100 പോകുമ്പോഴത്തേക്കും 200 ഡിവൈഡഡ് ബൈ y, ദാറ്റ് ഈസ് ദ സ്പീഡ് ഓഫ് ദ ബസ്. അപ്പൊ നമുക്ക് ദ ടൈം ടേക്കൺ ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ എടുത്ത സമയമാണ് 200/y എന്ന് പറയും. ഇത് മൊത്തത്തിൽ എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്, അവൾ നേരത്തെ എടുത്ത സമയത്ത് 4, അതിന്റെ കൂടെ ഒരു 10 മിനിറ്റും കൂടെ എന്ത് ചെയ്യും അധികം വരുന്നത്. അപ്പൊ നമ്മൾ മണിക്കൂറിലാണ് എടുക്കുമ്പോൾ 4 + 10 മിനിറ്റിനെ നമ്മൾ എന്താക്കി മാറ്റണം, അവറാക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ട് 10/60. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും, ഇതില് ഞാന് ഈ ഒരു 1/x u എന്നും 1/v എന്തെന്നും എടുക്കുന്നു, 1/y v എന്നും എടുക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷൻ എനിക്ക് റീറൈറ്റ് ചെയ്ത് എഴുതാൻ പറ്റുന്നത് എങ്ങനെയാണ്, 60u
പ്ലസ് 240v is equal to 4 ആണല്ലോ. ഇനി അടുത്ത രണ്ടാമത്തെ ഇക്വേഷൻ 100u പ്ലസ് 200v is equal to ഇതിനെ സിംപ്ലിഫൈ ചെയ്താണ് എടുക്കുമ്പോൾ എങ്ങനെ എടുക്കാം, ഇങ്ങനെയാണ് 4/1 ഈ രീതിയിൽ എടുക്കുക. അപ്പൊ 4 into 60 is equal to എത്രയാണ് 240. അതിന്റെ കൂടെ 1 into 10 അതായത് ഒരു 10 കൊണ്ട് കൂടുമ്പോൾ 250 divided by 60. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടാം, സീറോസ് തമ്മിൽ ക്യാൻസൽ ആയി ഇപ്പം 25/6 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ എന്റെ രണ്ട് ലീനിയർ ഇക്വേഷൻസ് എനിക്ക് ആയി. ഇനി ഇതിനെ എന്ത് ചെയ്യണം, സിംപ്ലിഫൈ എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവരുടെ കോഎഫിഷ്യൻസ് സെയിം ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു 60 ഉണ്ട്, ഇവിടെ ഒരു 100 ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഇതിനെ രണ്ടിനെയും 300 ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ 60യെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 300 ആക്കും. ദാറ്റ് ഈസ് ഈ ഒരു ഓൾ ഇക്വേഷനെ ഞാൻ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് മീൻസ് 300u പ്ലസ് 240v 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1200v ആണ് is equal to 4 into 5 is equal to 20, which is taken as the third linear equation. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു രണ്ടാമത്തെ ഇക്വേഷനിൽ 100നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 300 കിട്ടുന്നത്. അപ്പം ഞാൻ ഈ സെക്കൻഡ് ഇക്വേഷനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ എനിക്ക് എത്ര കിട്ടും, 300u plus 600v is equal to 25/6 into 3 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും, 25/2 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പൊ ഞാൻ ഈ ഒരു രണ്ട് വേരിയബിൾസിന്റെ ഈ ഒരു വേരിയബിളിന്റെ രണ്ട് കോഎഫിഷ്യൻസ് സെയിം ആയി. അപ്പൊ ഞാൻ അതിനെ സബ്ട്രാക്ട് ചെയ്യാണ്. അപ്പോൾ ഇക്വേഷൻ 3യിൽ നിന്ന് ഇക്വേഷൻ 4നെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 300u minus 300u is equal to 0. 1200v യിൽ നിന്നും 600v പോകുമ്പോഴത്തേക്ക് എത്രയാണ്, 600v ആണ് is equal to 20 minus 25/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 15/2 ആണ് കിട്ടുന്നത്. ഓക്കെ, അതായത് 7.5. നിങ്ങൾക്ക് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്റെ വിയുടെ വാല്യൂ എന്നുണ്ട് 15/2 ആണ്. അപ്പൊ ഈ 2 into 600 അപ്പൊ 15/1200. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എനിക്ക് എത്ര കിട്ടും, 1/80 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അതവിടെ കിടക്കട്ടെ. ഇനി നമുക്ക് യുവിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷനിൽ 4 minus 240v divided by 60 അതില് 4 minus 240 into 1/80 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3 ആണ്. ഓക്കെ, അപ്പൊ 4 minus 3/60 കിട്ടും. ദാറ്റ് ഈസ് 1/60 എന്നാണ് കിട്ടിയത്. അപ്പൊ നമുക്ക് ഇവിടെ എന്തിന്റെയൊക്കെ വാല്യൂ കിട്ടി, യുവിന്റെയും വിയുടെയും വാല്യൂ കിട്ടി. നമ്മൾ എടുത്തിരിക്കുന്ന കണ്ടീഷൻ എങ്ങനെയാണ്, u is equal to 1/x എന്നാണ്, which implies x is equal to 1/u. റൈറ്റ്, കാരണം ഇതിനെ ഇവിടെ കൊണ്ടുവന്നു. അങ്ങനെയാണെങ്കിൽ which implies x is equal to നമുക്ക് u എന്ന് പറഞ്ഞാൽ എത്രയാണ് കിട്ടിയിരിക്കുന്നത്, 1/60 ആണ്. അങ്ങനെയാണെങ്കിൽ 1/1/60 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 60. സോ 60 km/h. ഓക്കെ, അതേപോലെ നമ്മൾ വിയുടെ കണ്ടീഷൻ v is equal to 1/y എന്നാണെന്നുണ്ടെങ്കിൽ which implies y is equal to 1/v, which implies y is equal to എത്രയാണ്, 1/80. 1/1/80 that means 80 km/h. ഓക്കെ, അതായത് അവൾ സഞ്ചരിക്കുന്ന ട്രെയിനിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 1 മണിക്കൂറിൽ 60 കിലോമീറ്ററും അതേപോലെ അവൾ സഞ്ചരിക്കുന്ന ബസിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 1 മണിക്കൂറിൽ 80 കിലോമീറ്ററുമാണ് കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതോടുകൂടി നമ്മുടെ 3.6 എന്ന് പറയുന്ന എക്സസൈസ് ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ.